അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അതിനുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ പിന്നെ എത്ര ക്ലീനാക്കി ഇട്ടാലും ഒരു കേക്കായാലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബേക്കിങ്ങോ ഫ്രോസ്റ്റിങ്ങോ എന്തോ ആവട്ടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ലാബൊക്കെ ഭയങ്കരമായിട്ട് മെസ്സാവും കേട്ടോ. ഭയങ്കര വൃത്തികേടാവും. പൊടിയും നമ്മുടെ ഫ്ലോറൊക്കെ എന്തായാലും ചാടാതെ നമ്മൾ എത്ര നോക്കിയാലും അത് ചാടും. അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മുടെ കേക്കിൻ്റെ സ്പാച്ചുലാസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലഞ്ചിനുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്കും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്യാസ് അടുപ്പും സ്ലാബെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രങ്ങൾ കൊട്ടയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കുറച്ചാകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി മാറ്റി വയ്ക്കും. ഒത്തിരി വലിയ ബാസ്ക്കറ്റ് അല്ല കേട്ടോ അത്. എന്നാലും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ മീഷോന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഉച്ചയ്ക്ക് കുളിക്കുന്നതിന് മുമ്പുള്ള ആ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ എന്തായാലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരാറില്ല. പിന്നെ നമ്മൾ രാത്രി ചോറ് കഴിക്കുമ്പോഴാലോ പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ആവുള്ളൂ. വൈകിട്ട് ചായ കുടിച്ചാലും അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഒരുപാട് പാത്രം എടുത്ത് മാറ്റി വയ്ക്കാനുണ്ടാവും. അങ്ങനെ വച്ചില്ലെങ്കിൽ പിന്നെ നിറഞ്ഞിട്ട് ചിലപ്പോൾ വെളിയിലേക്കൊക്കെ ചാടി പിന്നെ ഭയങ്കര അലമ്പാവും. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സിങ്കെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ സിങ്കൊക്കെ ഞാൻ ക്ലീൻ ചെയ്യണത് നമ്മുടെ ഫ്ലോർ ക്ലീനറും കൊണ്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് സിങ്കും വാഷ് ബേസിനും എല്ലാം തന്നെ ക്ലീൻ ചെയ്യണത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പപ്പടം പൊരിച്ചല്ലോ എന്നുള്ള കാര്യം ഓർക്കണത്. സാധാരണ എന്തുണ്ടെങ്കിലും മീൻ പൊരിക്കാനും പപ്പടം പൊരിക്കാൻ അങ്ങനെ എന്ത് പണിയാണ് അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാൻ നിൽക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു പണി വരും. അങ്ങനെ വന്ന പണിയാണ് കേട്ടോ ഈ പപ്പടം പൊരിക്കൽ. കാരണം അമ്മൂന് വയറുവേദന കാരണം അവന് ഒരുപാട് കറികളൊന്നും കൊടുക്കാൻ പാടില്ലായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ള ലൈറ്റായിട്ടുള്ള കറികളൊക്കെ മാത്രം കൊടുത്തായി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വേഗം പപ്പടം പൊരിച്ച് അവന് ചോറ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ ഓവനിൽ നിന്ന് വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്നുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് ചൂടാറാൻ വച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയത്. കാരണം കുളി കഴിഞ്ഞ് വരുമ്പോൾ ചൂടാറിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഫ്രോസ്റ്റ് ചെയ്ത് വെക്കാമല്ലോ. വൈകിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് കേക്ക് കൊടുക്കാൻ ടൈമായി കഴിഞ്ഞപ്പോൾ ഫൈനൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്തു. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തു കൊടുത്തു. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ അതിൻ്റെ ഡെക്കറേഷനും പേരെഴുതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് പാക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ കൊണ്ടെത്തിച്ചു.